നമസ്കാരം. ലോക വയോജന പീഡനവിരുദ്ധ ബോധവൽക്കരണ ദിനാചരണത്തിൻ്റെ ഭാഗമായി സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ദിനാചരണ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയോജന പീഡനങ്ങൾക്കെതിരെ ഒരു ബോധവൽക്കരണ ദിനം എന്തിന് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഈ കഴിഞ്ഞ കുറേ ദിവസമായി പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അവരുടെ കണ്ണു തുറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതിയ വീട് പണിയാൻ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിലവിലെ വീട് പൊളിച്ച് അമ്മയെ കക്കൂസ് മുറിയിൽ താമസിപ്പിച്ചിട്ട് വിദേശത്തേക്ക് കടന്ന മകൻ്റെ കഥ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ കൊച്ചുമകൻ്റെ ആക്രമണത്തിനിരയായ വൃദ്ധ സ്ത്രീ, അത്തരം സംഭവങ്ങൾ വരുന്നു. മകൻ്റെ അടിയേറ്റ് മരിക്കുന്ന വൃദ്ധനും വൃദ്ധയും, അത്തരം സംഭവങ്ങളും നമുക്ക് മുന്നിൽ ഇപ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം റിപ്പോർട്ടുകൾ പത്രമാധ്യമങ്ങളിൽ എത്തുന്നത് അപൂർവമാണെന്ന് പറയാം. ഇതിപ്പോൾ ഏതാണ്ട് സർവ്വസാധാരണമായിരിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. ആരോഗ്യവും സമ്പത്തും ക്ഷയിച്ച വയോജനങ്ങൾ അവരെ കുടുംബത്തിനും സമൂഹത്തിനും ആവശ്യമില്ല എന്ന മട്ടിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അച്ഛനെയും അമ്മയും ഉപേക്ഷിക്കുകയും അവർക്ക് ആരോഗ്യ പരിരക്ഷയും ആഹാരവും കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളും ധാരാളമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ക്രൂരമായ വാക്കുകൾ കൊണ്ട് മുതിർന്ന പൗരന്മാരെ അവർക്ക് അരോചകമായ വാക്കുകൾ കൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളും ധാരാളമാണ്. നാരാജശല്യം ദേഹത്തിങ്കൽ നിന്നെടുത്തിടാം, ക്രൂരവാത്സല്യമെടുക്കും ചികിത്സകനില്ല എന്നാണല്ലോ പ്രമാണം. പക്ഷെ ആ പ്രമാണം വയോജനങ്ങളോട് ക്രൂരവാക്ക് പറയുന്ന മകനും മരുമകളും കൊച്ചുമക്കളും ഒന്നും ഇപ്പോഴ് ശ്രദ്ധിക്കാറില്ല. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനം വീണ്ടും കടന്നു വന്നിരിക്കുന്നത്. ജൂൺ 15 ഇങ്ങനെയൊരു ദിനം ആചരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 2011 മുതലാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് തന്നെ 2006 ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് എൽഡർ അബ്യൂസ് എന്ന സംഘടന ഇത്തരം ഒരു ബോധവൽക്കരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ദിനാചരണ പരിപാടികൾ തുടങ്ങിയിരുന്നു. പക്ഷേ 2011 UN പ്രമേയത്തോടു കൂടിയാണ് ഇതിന് ഒരു അന്താരാഷ്ട്ര ദിനാചരണത്തിൻ്റെ ഔന്നത്യം വന്നു ചേർന്നത്. ശാരീരികവും മാനസികവുമായ വിവിധ തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരാണ് വയോജനങ്ങൾ. 6 പേരിൽ ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനെതിരെയുള്ള ബോധവൽക്കരണം, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത്, മഹാമാരിയുടെ കാലത്ത് എല്ലാവരും അടച്ചുപൂട്ടി വീട്ടിലിരിക്കുമ്പോൾ ഇത്തരം പീഡനങ്ങൾ കൂടി വരുന്നു എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളുടെ വളരെ അത്യാവശ്യമായ ഒന്നാണ് എന്നുള്ളത് ഈ സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നുണ്ട്. പുതിയ തലമുറയിലേക്കാണ് ഈ സന്ദേശം കൂടുതലായിട്ട് എത്തേണ്ടത്. മുമ്പ് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ബോധവൽക്കരണ ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെ സംഘടിപ്പിച്ചാണ് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ഈ ദിനാചരണം നടത്തിയിരുന്നത്. എന്നാൽ 2020 മുതൽ ഉള്ള കൊറോണ വ്യാപനത്തെ തുടർന്ന് അത്തരം പരിപാടികൾ നമുക്ക് നേരിട്ട് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്.
ഇപ്പോൾ സർക്കാർ മാധ്യമങ്ങളും അതുപോലെ മറ്റു മാധ്യമങ്ങളും എല്ലാം ഈ ദിനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലമായി എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ഈ ദിനാചരണ പരിപാടികൾ നമുക്ക് ഇവിടെ ആരംഭിക്കുമ്പോൾ കേരളത്തിലെ വീണ്ടും അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രകടന പത്രികയിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക അവരുടെ പരിപാടികൾ നടപ്പാക്കാനുള്ള ഒരു പ്രത്യേക വകുപ്പ്, വയോജനങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവരുടെ ശ്രദ്ധയിലേക്ക് വരണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ വയോജനങ്ങളെ പീഡനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ മെസ്സേജ് തന്നെ ഈ ദിനത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നിപ്പോൾ ഈ ദിനാചരണ പരിപാടികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകളാണ്. അദ്ദേഹം റവന്യൂ മന്ത്രി എന്ന നിലയിൽ വളരെ ശുഷ്കാന്തിയോട് കൂടി കാര്യങ്ങൾ നടത്തുന്നു എന്ന് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും താല്പര്യം പ്രകടിപ്പിച്ചു പോകുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജന് നമ്മുടെ സംഘടനയുടെ പേരിൽ ഈ ദിനാചരണ പരിപാടിയുടെ സംഘാടക സമിതിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസിഡന്റ് ശ്രീ എൻ അനന്തകൃഷ്ണൻ ആണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഓൾ ഇന്ത്യ സീനിയർ സിറ്റിസൺ കോൺഫെഡറേഷൻ്റെ ദേശീയ പ്രസിഡന്റ് ശ്രീ IM ഭല്ല മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട്. നമ്മുടെ വർക്കിംഗ് പ്രസിഡൻറ്റും ഐസ്കോണിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ KNK നമ്പൂതിരി നമ്മളോട് സംസാരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് ശ്രീ P ചന്ദ്രസേനനും ഈ സമ്മേളന പരിപാടികളിൽ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കെല്ലാം ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടികൾ നമ്മുടെ ഫേസ്ബുക്ക് വഴിയാണ് റിലേ ചെയ്യുന്നത്. അപ്പം നമ്മുടെ അംഗങ്ങളെല്ലാം ഇത് കാണുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 15 നടക്കുന്ന ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ പ്രസിഡന്റ്, ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ജ്യേഷ്ഠ സുഹൃത്ത് N അനന്തകൃഷ്ണൻ, ആമുഖ പ്രഭാഷണം നടത്തുന്ന കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള S ഹനീഫ റാവുത്തർ, ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഓൾ ഇന്ത്യ സീനിയർ സിറ്റിസൺ കോൺഫെഡറേഷൻ്റെ പ്രസിഡന്റ് KM ഭല്ല, പ്രിയങ്കരനായ KNK നമ്പൂതിരി, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, ജൂൺ 15 ലോകത്താകെ വയോജനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. നമുക്കറിയാം, സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ അതിൻ്റെ അജണ്ടയായി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്ന പദ്ധതികളെല്ലാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരായിട്ടുള്ള വയോജനങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിന് പരിഹാരം കാണാനും വേണ്ടിയിട്ടുള്ള മഹത്തായ പരിശ്രമങ്ങളാണ്. എനിക്കറിയാം, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ വിവിധങ്ങളായ സംഘടനകളെ ആർജവത്തോടെ നയിച്ച് അവരുടെ പ്രശ്നങ്ങൾ അവസാന നിമിഷം വരെ ഭരണകൂടത്തിൻ്റെ മുഖത്തു നോക്കാതെ അടരാടി അവകാശ സമരങ്ങളുടെ വിജയങ്ങളിൽ ദീർഘമായ പങ്കുവഹിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ സർവീസ് സംഘടനകൾ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പേരുകളാണ് ഡോക്ടർ അനന്തകൃഷ്ണൻ്റെയും ഹനീഫ റാവുത്തറിൻ്റെയും KNK നമ്പൂതിരി അടക്കം ഈ കൗൺസിലിന് നേതൃത്വം നൽകുന്ന ആളുകളുടെയും എന്നുള്ളത് വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഈ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ എന്നുറച്ചു വിശ്വസിക്കാൻ ഞങ്ങളെയെല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ തന്നെ 46/91 അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൽ വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വർത്തമാനകാലം ഇത് വളരെ പ്രസക്തിയോടെ വായിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. സുരക്ഷിതരായും അന്തസ്സോടെയും വയോജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന അവരെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടങ്ങളുടെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ ആകെ ചുമതലയാണ്.
നമുക്കറിയാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിരവധി പദ്ധതികൾ വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ആ പദ്ധതികളുടെ അർത്ഥതലങ്ങൾ അതേ ധാരണയിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം അപകടകരമായിട്ടുള്ള വിനാശകരമായ ഒരു കാലത്തിലേക്ക് കടന്നു പോകും. മുതിർന്ന പൗരന്മാരുടെ അറിവുകൾ പുതിയ തലമുറയ്ക്ക് പകരാൻ കഴിയുന്ന ഗൃഹാന്തരീക്ഷത്തെ നമുക്കെങ്ങനെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയും? പകൽ വീടുകളെയല്ല നമ്മുടെ പ്രശ്നം. പകൽ വീടുകൾ വർത്തമാനം പറഞ്ഞ് പഴയ തലമുറയ്ക്ക് ഒത്തുകൂടാൻ കഴിയുന്ന ഒരു കേന്ദ്രങ്ങളായി വേണമെങ്കിൽ കരുതാം. പക്ഷെ എന്തുകൊണ്ട് വൃദ്ധമന്ദിരങ്ങളും അഗതി മന്ദിരങ്ങളും നമ്മുടെ സമൂഹത്തിനകത്ത് സൃഷ്ടിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിനാണ് ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ പുതിയ തലമുറ ഉത്തരം പറയേണ്ടത്. നമുക്ക് ചേർത്ത് പിടിക്കേണ്ട സ്നേഹത്തിൻ്റെ നിറകുടങ്ങളെയാണ് അഗതി മന്ദിരങ്ങളിലേക്കും വൃദ്ധസദനങ്ങളിലേക്കും നാം യാത്രയാക്കുന്നത് എന്ന് നമ്മളെ ഒരു കാലത്ത് സനാതനത്തിൻ്റെ കുട ചൂടി ചേർത്ത് പിടിച്ച് നടത്തിയവരെയാണ് അനാഥത്തിൻ്റെ അപകടകരമായ വഴികളിലേക്ക് നാം പറഞ്ഞയക്കുന്നത് എന്ന് തീർച്ചയായും അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെങ്കിലും ഓർമ്മയുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് വയോജന പീഡനങ്ങൾക്കെതിരായ ബോധവൽക്കരണത്തിന് നാം ഒരു ദിവസത്തെ ലോകത്ത് തിരഞ്ഞെടുത്തത്. എൻ്റെ വളരെ വിനീതമായ അഭിപ്രായം, നമ്മുടെ വയോജനങ്ങൾക്കെതിരായി ഉയരുന്ന പീഡനങ്ങൾക്ക് വിരുദ്ധമായി ഒരു ദിവസം ആചരിക്കലല്ല, 365 ദിവസം നീണ്ടു നിൽക്കുന്ന വർഷങ്ങളിൽ മാറാതെ തലമുറകൾ കൈമാറാതെ ഒരു ചക്രം പോലെ മനുഷ്യനവൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് നമ്മളെ ഈ വഴികളിലേക്ക് മോതിരവിരലിൽ പിടിച്ചു നടത്തിയ സമൂഹത്തിൻ്റെതാണ് നമുക്ക് ലഭിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഈ ഔദാര്യങ്ങളെല്ലാം എന്ന്. വൃദ്ധരായ മനുഷ്യരെ, നമ്മുടെ രക്ഷകർത്താക്കളെ, നമുക്ക് മുമ്പേ നടന്നവരെ, നമുക്ക് നടക്കാൻ വഴിയൊരുക്കിയവരെ തീർച്ചയായും നാം അംഗീകരിക്കുക തന്നെ വേണം. അവർക്കെതിരായി വരുന്ന എല്ലാ പീഡനങ്ങൾക്കുമെതിരായി ശക്തമായ നിലപാടെടുക്കണം. സർക്കാർ എല്ലാവരുടെയും ഒപ്പമുണ്ട്. വൃദ്ധരായ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ സർക്കാർ ഒപ്പമുണ്ട്, കേരളത്തിൻ്റെ പൊതുസമൂഹം ഒപ്പമുണ്ട്. നല്ല നാളെയുടെ സന്ദേശങ്ങളുമായി വീണ്ടും നമുക്ക് ഒത്തുചേരാൻ കഴിയട്ടെ. നമസ്കാരം. Namaste to everyone. Greetings from All India Senior Citizen Confederation. I thank the Kerala Service Council to invite me to give an address on the occasion of Elder Abuse Awareness Day. World Health Organization global estimates suggest that 15.7% of the people aged 60 years and older are subjected to abuse. The numbers of people affected are predicted to increase as many countries are experiencing rapidly aging population. Elder abuse has serious consequences for individuals and society, including serious physical injuries and long-term psychological consequences, increased risk of nursing home placement, use of emergency services, hospitalization and death. Amalgamation of factors such as gender and age make elderly women much more vulnerable and susceptible to abuse. The same has also been recognized by the Convention on the Elimination of All Forms of Discrimination against Women. However, finding solutions to the issue is often impeded by the lack of statistical data information on age, sex, regarding abuse, neglect and violence against older women, and also their insecurity in respect of their financial, medical and housing needs. As far as India is concerned, the Elder Abuse Study of 2018 report of HelpAge India, which covered 23 cities across India, revealed that around 25% of the respondents of the study experienced abuse. Of this, 52% said that they had been abused by their sons. Daughter-in-laws came second on the list with 34% of senior citizens reporting abuse in their hands. The main reason for abuse, as per the report, was related to the abuser wanting to live independently, that was 26%, property 22%, lack of resources to meet the needs of elders 22%, and dislike for the seniors' way of living 23% were also cited as reason for the abuse. Legislatively, the Maintenance and Welfare of Parents and Senior Citizens Act
2007 protects senior citizens from negligence and abandonment. The Act states that parents and grandparents who are unable to maintain themselves from their own earnings can seek maintenance from their children. If the children or said relatives neglect or refuse to maintain their parents, the maintenance tribunal can order the former to make monthly allowances that shall not exceed rupees 10,000 per month. Its significant provision in the Act deals with the transfer of property, which can be made void under certain circumstances, like if the children relatives refuse to provide elders with basic amenities and physical needs. Section 24 of the Act deals with offences relating to abandonment. According to this section, any person who abandons a senior citizen they are responsible for can be jailed for up to 3 months and or be made to pay a fine up to rupees 5,000. Now these provisions have been amended by the new amended Act, which is at present pending before the Parliament. Parliament has to pass this, and I am sure this will be passed by the Parliament. It is well known that although there is acknowledgement of abuse among seniors, reporting remains dismally low. Most of them regard these incidents as family matters and do not take any action. Around 82% of the respondents failed to report the abuse to any person or agency. Of these, 52% did not report abuse to maintain confidentiality, while 34% did not know how to deal with the problem, suggesting lack of awareness. In the light of the above issues, there is a need to deliberate on the ways to increase reporting of abuse among senior citizens, the ways to create greater awareness about the redressal mechanism in case of elderly abuse, the vulnerabilities of older women, and the way forward to address the same. Ways to create greater awareness about redress mechanism. Involvement of civil society organizations, particularly those dealing with the elderly, women and violence victims, seniors associations, regional working associations, in partnership with government and law enforcement agencies about the last mile information. How and where does the victim report? Mass media campaigns could supplement the efforts. Involvement of public institutions like health center, banks, hospitals, day centers, old age homes, research places like shopping complexes, cinema, malls by way of displaying contact information and outreach programs could help in spreading the word far and wide. Ways to increase reporting. Soft skills of the response team and sensitive use of technology would be added advantage in this case. VRS could be an annoying thing to deal with for elderly victims of abuse, as would be a very harsh and unsympathetic person manning the helpline. One stop center for reporting and redress may be an added advantage. Use of DSLA could be an added advantage, as the legal personnel may be able to provide the support to those suffering due to legal disputes. Effective and efficient response to the complaint is the most important thing that would be help build the confidence of the elderly victims in the system's ability and inclination to help. Vulnerabilities of women and way forward to address them. The services should go to the women rather than other way round. Women victims find it very difficult to gain access to the reporting and redress system. Therefore, special efforts by the Social Welfare Department in partnership with the law enforcement and local civil society organizations should be operational in the community to help. The center may operate from local public institutions premises. Dispensary or hospital would be ideal. There could be a psychological counselor appointed in such centers who may be appropriate, accessible and effective for the elderly women. A mother NGO could be appointed to each district to operate such a center, which should map all the other resources in the district and collaborate with them to give referrals for action.
Short stay homes may be made available to the elderly women victims of domestic violence and abandonment. Legal aid should be available to them from the one side stop center to initiate action under Maintenance and Welfare Parents and Senior Citizen Act. Thanks. धन्यवाद. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനത്തിൻ്റെ ഭാഗമായ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉദ്ഘാടകനായ യുവ മന്ത്രി ശ്രീ കെ രാജൻ, ഇതിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഐസ്കോണിൻ്റെ ദേശീയ പ്രസിഡൻറ്റ് ശ്രീ IM ഭല്ല, ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീ N അനന്തകൃഷ്ണൻ, ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ ഹനീഫ റാവുത്തർ, ശ്രീ ചന്ദ്രസേനൻ, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടിയുടെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. മുമ്പ് ഈ 2019 വരെ നമ്മൾ ഈ ദിനത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലായി 100 കണക്കിന് സ്കൂളുകളിലൂടെ 10,000 വിദ്യാർത്ഥികളുമായാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത വിശദീകരിച്ചുകൊണ്ട് ആശയവിനിമയം നമ്മുടെ സംഘടന നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വർഷവും അത് കഴിയാത്ത സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് നമ്മളിങ്ങനൊരു ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള ഇത്തരം ഒരു പരിപാടിക്ക് നമ്മൾ പ്ലാൻ ചെയ്തത്. വയോജന പീഡന വിരുദ്ധ പ്രചാരണ ദിനം കടന്നു പോകുമ്പോൾ ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിൽ തന്നെ വയോജന സംരക്ഷണത്തിൻ്റെ ഒരു അടയാളവാക്യം പോലെ വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രമാണ്. വളരെ പ്രായമായ, നടക്കാനാവാത്ത, തളർന്ന അച്ഛനും അമ്മയ്ക്കും ക്ഷേത്രദർശനം നടത്തണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ദിവസങ്ങളോളം തോളിലേറ്റി അവരുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി അവരെ കൊണ്ടുപോയി ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് അവരുടെ ആഗ്രഹം നിർവഹിച്ചു കൊടുത്ത ഒരു മകൻ വടക്കേ ഇന്ത്യയിൽ, മോഹൻ എന്നോ മറ്റോ, അയാളുടെ പേര് ഞാൻ കൃത്യമായി ദേശീയ പത്രങ്ങളിലെല്ലാം വന്നിരുന്നതാണ്, ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നില്ല, മോഹൻ അങ്ങനെ എന്തോ ആണ്. അത്തരം മനോഭാവമുള്ള ഒരു നല്ല വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ളവരെ മുമ്പിൽ ഞാൻ ആദ്യമായി എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കേരളത്തിൽ നിർഭാഗ്യവശാൽ സമീപകാലത്ത് വരുന്ന വാർത്തകൾ അത്രമേൽ നമുക്ക് ആഹ്ലാദകരമല്ല. 3-4 ദിവസം മുമ്പാണ് വയനാട്ടിലെ പനമരത്തിന് അടുത്ത് നടവയിലോ ആ ഭാഗത്തെവിടെയോ ആണ് 2 വൃദ്ധ ദമ്പതികൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ കാരണവും ആരാണ് പ്രതി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല, പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തുടർന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, എല്ലാ ദിവസത്തെയും പത്രങ്ങളിൽ എവിടെയെങ്കിലും, ഏറ്റവും അവസാനം ഓച്ചറ, ആലപ്പുഴ, പല സ്ഥലങ്ങളിൽ സമാനമായ, ഇത്രയും കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ വന്നിട്ടില്ലെങ്കിൽ പോലും ഈ മുതിർന്ന ആളുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നതായി പത്രങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നു. കേരളത്തിൽ നമുക്കറിയാം, കേരളം ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിൽ വയോജന ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് 42 ലക്ഷം മുതിർന്ന ആളുകളുള്ള കേരളം. അതുകൊണ്ട് തന്നെയാണ് 2006 ഈ നമ്മുടെ രാജ്യത്തെ ആദ്യമായി വയോജന നയം വന്ന ഒരു സംസ്ഥാനം കേരളമാണ്. 2006 അതുണ്ടായി. 2013 നമുക്കത് അതിൻ്റെ അപര്യാപ്തത പരിഹരിക്കും വിധം 2013 അത് പരിഷ്കരിക്കുകയും ചെയ്തു.
പക്ഷേ കേരളത്തിലെ സ്ഥിതിയായത്, കേരളത്തിൽ നമുക്കറിയാം നമ്മുടെ മുൻ DGP നൽകിയ നിർദ്ദേശങ്ങൾ, ഭരണകൂടങ്ങൾ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, വയോജന സംരക്ഷണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തണമെന്ന് പോലീസ് വകുപ്പിനോട് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷനിലും പ്രത്യേകമായി ചുമതലക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം. വയോജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വീടുകളുടെ ലൊക്കേഷൻ ഉണ്ടാവണം, അവരുടെ സംരക്ഷണം ഉറപ്പാക്കണം. അത്തരം അനവധി നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്. അതിനു പുറമെയാണ് ഫോൺ സംവിധാനം. ഒരു അപകടം ഉണ്ടായാൽ ഒരു ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോഴേക്ക് ഈ അപകട സൂചന കുറേ ഫോണുകളിലേക്ക് കിട്ടും വിധമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നൊക്കെ പത്രവാർത്ത വന്നു. പക്ഷെ അതെല്ലാം അവിടെ നിൽക്കുമ്പോഴും അനുഭവങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ സാഹചര്യങ്ങളിലാണ്. എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായി കേരളത്തിൽ ഈ സ്ഥിതി ഉണ്ടാവുന്നത് എന്നത് വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എനിക്കറിയാം, നമ്മളിവിടെ ദീർഘകാലമായി സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ മുൻപോട്ട് വയ്ക്കുന്ന ഒരാവശ്യമാണ് ഒരു പ്രത്യേക വകുപ്പ് വയോജന സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാവണം. മറ്റ് അനവധി വകുപ്പുകളുടെ കൂടെയുള്ള ഒരു മുൻഗണനാക്രമത്തിൽ വയോജന സംരക്ഷണം താഴെ വരും വിധമുള്ള നിലവിലുള്ള സ്ഥിതി മാറി ഇതൊരു പ്രത്യേകമായ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുകയും അതിന് പ്രത്യേകമായ ചുമതലക്കാരായ മന്ത്രിമാരുണ്ടാവുകയും ചെയ്താൽ ഈ സ്ഥിതികൾക്ക് വലിയ മാറ്റമുണ്ടാകും. അങ്ങനെ പല വകുപ്പുകളും അങ്ങനെയാണ് ഓരോ കാലത്തുണ്ടായത്. പട്ടികജാതി വകുപ്പിൽ നിന്ന് പട്ടികവർഗ വികസന വകുപ്പുണ്ടായത് പോലും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഉണ്ടായിട്ടില്ല. അതുപോലെ നമ്മൾ മുൻപോട്ട് വെച്ചിട്ടുള്ള എത്രയോ കാലമായി മുൻപോട്ട് വെച്ചിട്ടുള്ള ആവശ്യമാണ് ഒരു വയോജന കമ്മീഷൻ. നമ്മൾ ഈ വനിതാ കമ്മീഷൻ പോലെ ഒരു പത്രവാർത്ത കണ്ടാൽ പോലും ചടുലമായി പ്രതികരിക്കാനാവുന്ന ഭരണ സംവിധാനത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് ആജ്ഞാരൂപത്തിൽ അതിൽ ആവശ്യപ്പെടാനാവുന്ന നിയമപരമായ അധികാരങ്ങളോടുകൂടിയ കമ്മീഷൻ, വനിതാ കമ്മീഷൻ പോലെ വയോജന സംരക്ഷണത്തിന് വേണ്ടിയുള്ളൊരു കമ്മീഷൻ ഉണ്ടാവണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ തവണ നമ്മൾ പ്രക്ഷോഭം നടത്തി, എങ്ങും എത്തിയില്ല. ഞാൻ ഓർക്കുന്നു 2018 എൻ്റെ ഓർമ്മ. ഇതിന് മുൻ ഗവൺമെൻറ്റിലെ ഇതിൻ്റെ ചുമതല വഹിച്ചിരുന്ന ശൈലജ ടീച്ചർ, മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ, ഈ പ്രത്യേക ഒരു കമ്മീഷൻ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിക്കും എന്ന് പറഞ്ഞ് ഹിന്ദുവിൽ വളരെ വിശദമായ ഒരു വാർത്ത വന്ന 2018 വന്ന വാർത്ത എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതും എവിടെയും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രസക്തമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ കേരളത്തിലെ ഈ വയോജന പീഡന വിരുദ്ധ പ്രചാരണത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. കമ്മീഷൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആദ്യം നമുക്ക് വയോജന നയം ഉണ്ടായെങ്കിലും 2012 മധ്യപ്രദേശിൽ ആദ്യമായി ഇതുപോലൊരു കമ്മീഷൻ ഉണ്ടായത്. മറ്റു പല സംസ്ഥാനങ്ങളിൽ കമ്മീഷനുകൾ ഉണ്ടായി. കേരളത്തിൽ എന്തുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും കഴിഞ്ഞ 4-5 വർഷമായി നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ടും അത് ഒരു പൂർണ്ണതയിലെത്താത്തത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ വയോജന സംരക്ഷണത്തിൻ്റെ മുൻപിലത്തെ ഗുരുതരമായ ഒരു പ്രശ്നമായി അത് അവശേഷിക്കുകയാണ്. ഞാൻ ഈ ദിനത്തിൽ പ്രസക്തമായ വിഷയങ്ങൾ നമ്മുടെ ഉദ്ഘാടകൻ തൊട്ട് എല്ലാ ആളുകളും സംസാരിച്ചു കഴിഞ്ഞ ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോവിഡ് കാല സാഹചര്യം വന്നപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് അസാധ്യമായി. കോവിഡ് കാലത്തിനുണ്ടാക്കിയ പ്രത്യേക ഒറ്റപ്പെടലിൻ്റെയും പ്രത്യേകമായ സാമൂഹ്യ പ്രശ്നങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഒന്നും വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ദൈനംദിന ബന്ധമുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ പോലും അസാധ്യമായ സാഹചര്യത്തിൽ നമ്മൾ മുൻപോട്ട് വെച്ചത് ഓരോ വെള്ളിയാഴ്ചകളിലും ആരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ അംഗങ്ങൾക്ക് അറിവ് കൊടുക്കുന്ന ഫേസ്ബുക്ക് പരിപാടികളിലൂടെ എത്രയോ വിദഗ്ധന്മാർ എല്ലാ ആഴ്ചകളിലുമായി നമ്മുടെ അംഗങ്ങളായ മുതിർന്ന ആളുകളോട് സംസാരിച്ചു. അങ്ങനെയാണ് നമ്മൾ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തതാണ് ഈ സമയത്ത് മറ്റ് സാധ്യതകൾ. നമ്മുടെ സാഹിത്യ സല്ലാപം പോലെയുള്ള
ഈ മുതിർന്ന ആളുകളുടെ സാഹിത്യ ഉദ്യമങ്ങൾക്ക് ചിറകു വിരിക്കാൻ അവസരം നൽകുന്ന പ്രവർത്തനങ്ങൾ അസാധ്യമായപ്പോൾ നമ്മൾ അതും ഫേസ്ബുക്കിലൂടെ നടത്തുന്നൊരു സംവിധാനമുണ്ടായി. ഈ സംവിധാനങ്ങളെല്ലാം മുൻപോട്ട് പോകുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ആ മുൻപോട്ട് വെച്ചിട്ടുള്ള 2 ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനത്തിൻ്റെ സന്ദേശം സമൂഹത്തിൽ എത്തിക്കുവാൻ വേണ്ടി ഈ ദിവസം മുതിർന്ന ആളുകൾ, നമ്മുടെ അംഗങ്ങളൊക്കെ താമസിക്കുന്ന വീടുകളിൽ ഒരു ബോർഡ് ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ ഒരു സന്ദേശം പുറത്തെത്തിക്കാനുള്ള, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും എത്തിക്കാനുള്ള ഒരു വളരെ സൗമ്യമായ പ്രക്ഷോഭ പരിപാടിയും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതും ഇന്ന് തന്നെ നടക്കുന്നതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനമാണ്. വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ. സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ അന്താരാഷ്ട്ര ദിനം ആചരണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈ യോഗത്തിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. ലോകത്ത് 96 കോടി വയോജനങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ജനസംഖ്യയുടെ ഏകദേശം 13%. കേരളത്തിലും ഏകദേശം അത്രയും തന്നെയാണ്. ഇന്ത്യയുടെ കണക്കെടുത്താൽ ഏകദേശം 10% 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾ ഉള്ളത്. അതിലേറ്റവും ദുർബല വിഭാഗമായ വയോജനങ്ങൾ നിരവധി പീഡനങ്ങളാണ് സമൂഹത്തിൽ നിന്നും നേരിടുന്നത്. അത് സാമ്പത്തികമായും സാമൂഹ്യമായും സാംസ്കാരികമായും ജനസംഖ്യാപരമായുമുള്ള പലവിധ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ വയോജനങ്ങളുടെ സംഖ്യ ഇനിയും കൂടി വരികയാണ്. അവരുടെ ഇത്തരം പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര ദിനാചരണത്തിൻ്റെ തീം എന്ന് പറയുന്നത് ആക്സസ് ടു ജസ്റ്റിസ്. അതായത് വയോജനങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ പരിഭവമോ ഉണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടുന്നതിന്, അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവണം എന്നുള്ളതാണ്. അവർ ഏറ്റവും കൂടുതൽ ദുർബലരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളവും പരാതിപ്പെട്ടാൽ പീഡനം വർദ്ധിക്കും എന്നുള്ളത് കൊണ്ട് പരാതി പറയാനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഇതിന് പുതിയ തലമുറയിൽപ്പെട്ട നമ്മൾ ഇന്നത്തെ എല്ലാവിധ നേട്ടങ്ങൾക്കും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മൾക്ക് മുൻപേ പോയ തലമുറയോടാണ്. നമ്മളിന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളാണെങ്കിലും കണ്ടുപിടുത്തങ്ങളാണെങ്കിലും വാഹന യാത്രാ സൗകര്യങ്ങളാണെങ്കിലും ആരോഗ്യ മേഖലയിലെ പുരോഗതിയാണെങ്കിലും ഇതെല്ലാം നമ്മൾക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത്, നമ്മൾക്ക് വേണ്ടി സംഭാവന ചെയ്തത് ഈ പുതിയ നമുക്ക് മുൻപേ പോയ തലമുറയാണ്. അപ്പോൾ അവരുടെ അവശകാലത്ത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലത്ത് സഹായിക്കുക എന്നുള്ളത് പുറകെ വരുന്ന തലമുറയുടെ കടമയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ ഔദ്യോഗിക കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവ് പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ച പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായ ശ്രീ എൻ അനന്തകൃഷ്ണനാണ്. അദ്ദേഹത്തിന് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. അടുത്ത ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവറുകളാണ്. ഈ തിരക്കുകൾക്കിടയിലും കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിലും ഈ പരിപാടി ഏറ്റ് നമ്മൾക്ക് ഹൃദ്യമായ ഒരു പ്രസംഗം നടത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായ നന്ദി പ്രകാശനം
നടത്തുകയാണ്. ആമുഖ പ്രഭാഷണം നടത്തിയത് നമ്മളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എസ് ഹനീഫ റാവുത്തറാണ്. അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇതിൽ പ്രഭാഷണം നടത്തിയത് വളരെ പ്രമുഖനായ വ്യക്തിയാണ്. നമ്മളുടെ ഐസ്കോണിൻ്റെ ആൾ ഇന്ത്യ സീനിയർ സിറ്റിസൺ കോൺഫെഡറേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ് ശ്രീ IM ഭല്ലയാണ്. അദ്ദേഹത്തിന് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ പേരിൽ ഉള്ള നന്ദിയും ആശംസകളും അറിയിക്കുന്നു. KNK നമ്പൂതിരി അദ്ദേഹമാണ് മറ്റൊരു പ്രഭാഷണം നടത്തിയത്. അദ്ദേഹം സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. ഈ പരിപാടി ഇതിൻ്റെ സാങ്കേതികമായ എല്ലാ സഹായവും നൽകി ഇത് എയർ ചെയ്യുന്നതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് ഇത് ഭംഗിയാക്കി തീർത്ത ശ്രീ TS ഗോപാലാണ്. ശ്രീ ഗോപാലിനെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മളുടെ സർവീസ് കൗൺസിലിന് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പരിപാടി ശ്രവിച്ച സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ എല്ലാ അംഗങ്ങൾക്കും അഭ്യുദയകാംക്ഷികൾക്കും മറ്റ് ഇനി കേൾക്കാൻ പോകുന്ന ഇതിന് വീണ്ടും ലൈവ് നമ്മുടെ ഫേസ്ബുക്കിലൂടെ കേൾക്കാൻ പോകുന്നവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.